അടുത്തത് ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം. ദി മെയിൻ റീസൺ ബിഹൈൻഡ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ വാസ് ദി ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് ദി ബൂർബൻ റൂളേഴ്സ്. ഫ്രാൻസ് ഭരിച്ചിരുന്ന ബൂർബൻ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യ ഭരണമാണ്, ഏകാധിപത്യ ഭരണമാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് വഴിതെളിച്ചത് എന്ന് ചുരുക്കി നമുക്ക് പറയാം, ഒറ്റ സെന്റൻസിൽ പറയാം. അതിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ലൂയി 14, ലൂയി 14, ഹൂ സെഡ് ഐ ആം ദി സ്റ്റേറ്റ്. സ്വേച്ഛാധിപത്യം അതിന്റെ പാരമ്യതയിൽ എത്തി എന്നുള്ളതിന്റെ തെളിവാണ് ഐ ആം ദി സ്റ്റേറ്റ് എന്ന സ്റ്റേറ്റ്മെന്റ്. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി ആണ്. ആഫ്റ്റർ മീ ദി ഡെലൂഗ്, ആഫ്റ്റർ മീ ദി ഡെലൂഗ് അദ്ദേഹം പറഞ്ഞാണ് ഐ ആം ദി സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം. ആഫ്റ്റർ മീ, എനിക്ക് ശേഷം ദി ഡെലൂഗ്, പ്രളയമാണ്. അപ്പൊ എത്രമാത്രം സ്വേച്ഛാധിപതിയായിരുന്നു അദ്ദേഹം എന്നതാണ് തെളിയിക്കുന്നത്. ഹി വാസ് ഫോളോഡ് ബൈ ലൂയി 15. അദ്ദേഹത്തെ തുറന്നു വന്നത് ലൂയി 15. ഹി വാസ് വീക്ക് ആൻഡ് ഇൻഎഫിഷ്യന്റ്. ഒരു കഴിവും പ്രത്യേക ഭരണ സാമർഥ്യം ഒന്നുമില്ലാത്ത ഭരണാധികാരിയായിരുന്നു. ആൻഡ് ഹി വാസ് ഫോളോഡ് ബൈ ലൂയി 16. ഹി വാസ് ആൾസോ വീക്ക് ആൻഡ് ഇൻഎഫിഷ്യന്റ് ആൻഡ് മിസ്ലെഡ് ബൈ ഹിസ് വൈഫ് മേരി ആന്റോണിക്കി. ലൂയി 15 തുടർന്ന് ലൂയി 16 അധികാരത്തിൽ വന്നു. ആ ലൂയി 16 വേണ്ടത്ര കഴിവും സാമർഥ്യമുള്ള ആളായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ മേരി ആന്റോണിക്കി ആയിരുന്നു കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ രാജ്ഞി പറഞ്ഞ വാചകങ്ങൾ. ഇഫ് ദേ കാണ്ട് ഈറ്റ് ബ്രെഡ്, let them eat cake. If they can't eat bread, let them eat cake. സാധാരണക്കാരന്റെ ആഹാരം ആ റൊട്ടി. ആ റൊട്ടി ഇല്ലെന്ന് ഭരണാധികാരിയോട് പരാതി പറഞ്ഞത് അവർക്ക് റൊട്ടി തിന്നാൻ കഴിയുന്നില്ലെങ്കിൽ കേക്ക് തിന്നട്ടെ, സമ്പന്നന്റെ ആഹാരമായ കേക്ക് തിന്നട്ടെ എന്ന് പറഞ്ഞ ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ഭരണാധികാരികളുടെ കാലയളവായിരുന്നു ലൂയി ചക്രവർത്തിമാരുടെ കാലയളവ്, ബൂർബൻ ചക്രവർത്തിമാരുടെ കാലയളവ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കോസസ് ആണ് പറയുക, കാരണങ്ങൾ. ഓട്ടോക്രാറ്റിക് റൂൾ. ഒന്നാമത്തത് ഓട്ടോക്രാറ്റിക് റൂൾ, സ്വേച്ഛാധിപത്യ അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണം. ഞാൻ പറഞ്ഞത് വിശദമായി അങ്ങനെ എഴുതണം, പോയിന്റ് അതാണ്. ഓട്ടോക്രാറ്റിക് റൂളിന്റെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണം പറയുമ്പോൾ റൂളേഴ്സ് വെയർ സ്ക്വാണ്ടേഴ്സ്. ബൂർബൻ കിങ്സ് വെയർ ഓട്ടോക്രാറ്റ്സ്. ഭരണാധികാരികൾ എങ്ങനെയുള്ളവരായിരുന്നു? ആരെയും അംഗീകരിക്കുന്നവരായിരുന്നില്ല. ദേ ലിവ്ഡ് ഇൻ പോംപ് ആൻഡ് സ്പ്ലെൻഡർ. ആഡംബരത്തിലും ധൂർത്തിലും അധിഷ്ഠിതമായി ജീവിച്ചിരുന്ന ഭരണാധികാരികളായിരുന്നു. ദേ ബിലീവ്ഡ് ഇൻ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ്. രാജാവിന്റെ അധികാരം ദൈവദത്തമായി കിട്ടിയതാണെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതാണ് ദേ ബിലീവ്ഡ് ഇൻ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ്. ജനങ്ങൾ തീരുമാനിച്ചതല്ല രാജാവിനെ, ബട്ട് ദൈവം തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് രാജാവിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ചോദ്യം ചെയ്യാൻ അവകാശം നിയമിച്ച ദൈവത്തിനേ ഉള്ളൂ എന്ന വാദഗതിക്കാരായിരുന്നു ബൂർബൻ ചക്രവർത്തിമാർ അല്ലെങ്കിൽ ലൂയി ചക്രവർത്തിമാര്. ദേ ലിവ്ഡ് ഇൻ ലക്സുറി ഓർ പോംപ് ആൻഡ് സ്പ്ലെൻഡർ. ആഡംബരത്തിലും ധൂർത്തിലും അധിഷ്ഠിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ദേ ബിലീവ്ഡ് ഇൻ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ്. ദേ റിഡിക്യൂൾഡ് ദി പ്രൈമറി നീഡ്സ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന പ്രാഥമികമായ അത്യാവശ്യം പറഞ്ഞാൽ കഴിക്കാൻ ആഹാരമില്ലെന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കുന്ന തരത്തിലുള്ള അപഹസിക്കുന്ന രീതിയിലുള്ള ഭരണാധികാരികൾ ആയിരുന്നു. That means in short we can say that majority of the downtrodden people or the poor people in the French society suffered a lot or their hardships were so great. സാധാരണക്കാരന്റെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ഫ്രാൻസിലെ ജനതയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു, പരമദയനീയമായിരുന്നു. ജീവിതം ദുസ്സഹം ആയിരുന്നു. അതാണ് ഒന്നാമത്തെ കാരണം, പൊളിറ്റിക്കലായിട്ട് പറഞ്ഞ ഓട്ടോക്രാറ്റിക് റൂൾ. സെക്കൻഡ്, സോഷ്യൽ സിസ്റ്റം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. ആ ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥ. There were 3 estates in French society. ഫ്രഞ്ച് സമൂഹത്തിൽ 3 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവരെ എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. They were the clergy, the nobles
ആൻഡ് ദി കോമൺസ്. ഈ 3 വിഭാഗങ്ങൾ, ദി ക്ലർജി, ദി നോബിൾസ് ആൻഡ് ദി കോമൺസ്. ഈ 3 വിഭാഗങ്ങളായിരുന്നു ഫ്രാൻസിലെ സമൂഹത്തിലുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ക്ലർജി പുരോഹിതന്മാർ, പുരോഹിതവർഗം, നോബിൾസ് പ്രഭുവർഗം, കോമൺസ് സാധാരണ വർഗം എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിരുന്നു. അതിൽ 1ഉം 2ഉം വിഭാഗം ക്ലർജി ആൻഡ് ദി നോബിൾസ്, അതായത് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും എൻജോയ്ഡ് ഹൈ സോഷ്യൽ പൊസിഷൻസ് ഇൻ ദി ഫ്രഞ്ച് സൊസൈറ്റി. സമൂഹത്തിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാവിധ ആഡംബരങ്ങളും എല്ലാവിധ ധൂർത്തും എല്ലാവിധ അവകാശങ്ങളും അനുവദിക്കപ്പെട്ടിരുന്ന വിഭാഗമാണ് ആദ്യത്തെ 2 വിഭാഗം. ആരൊക്കെ? ക്ലർജി ആൻഡ് ദി നോബിൾസ്, പുരോഹിതന്മാരും പ്രഭുക്കന്മാരും. അവർക്ക് എല്ലാവിധ അവകാശങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ മേജർ പോപ്പുലേഷൻ ബിലോങ് ടു ദി തേർഡ് എസ്റ്റേറ്റ്. അവർ എണ്ണത്തിൽ കുറവായിരുന്നു. 3ാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന സാധാരണക്കാരായ ആൾക്കാരെന്ന് പറയുന്നത് ഫ്രാൻസിലെ സമൂഹത്തിന്റെ ബഹുഭൂരിപക്ഷം ജനതയായിരുന്നു. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സാധാരണക്കാരായിരുന്നു. ദി ഫസ്റ്റ് 2 ക്ലാസ് ഹൂ വെയർ മൈനോറിറ്റീസ്, 2 ക്ലാസ് ആണെന്ന് അവർ പറയുമ്പോഴും അവർ എണ്ണത്തിൽ കുറവായിരുന്നു. ആൻഡ് ദേ എൻജോയ്ഡ് all rights and privileges in French society. They owned the landed property and such other properties in France. They acquired wealth, enough wealth. സമ്പന്നവർഗമായിരുന്നു ആ 2 വിഭാഗങ്ങൾ. ഫ്രാൻസിലെ സമൂഹത്തിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും അനുഭവിച്ചിരുന്നു എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ എല്ലാവിധ ആനുകൂല്യങ്ങൾ അനുഭവിച്ചിരുന്നതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സമ്പന്നവർഗം, ഏറ്റവും വലിയ ഭൂവുടമകൾ പുരോഹിതന്മാരും പ്രഭുക്കന്മാരുമായിരുന്നു. ഭൂമി അവരുടേതായിരുന്നു. അത് മാത്രമല്ല, ദേ ഈവൻ പൊസസ്ഡ് ദി റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദി കോമൺസ്. ഈ സമ്പന്നവർഗത്തിന് ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായ കോമൺസിൽ നിന്നും നികുതി പിരിക്കുന്നതിന് വരെയുള്ള അവകാശം ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ദേ എക്സ്പ്ലോയിറ്റഡ് ദി തേർഡ് എസ്റ്റേറ്റ്, ദാറ്റ് മീൻസ് ദി കോമൺസ്. സാധാരണക്കാരായ 3ാമത്തെ വിഭാഗത്തെ അവര് അനുദിനം ചൂഷണം ചെയ്തുകൊണ്ട് ഇരുന്നു. They demanded, that means the common people, when their hardship became so greater or higher, they demanded or they desired to change the existing socio-economic order in France. സഹി കെട്ടപ്പോ, നിവൃത്തി കെട്ടപ്പോ അവർ ഫ്രാൻസിൽ നിലനിൽക്കുന്ന ഈ വ്യവസ്ഥിതിക്ക് മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. തേർഡ് എസ്റ്റേറ്റ്, ദി കോമൺസ്. അതാണ് 2ാമത്തെ കാരണം. സോഷ്യൽ സിസ്റ്റമാണ്. 1ാമത്തെ ഓട്ടോക്രാറ്റിക് റൂൾ, സെക്കൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. ഇനി ഇത് കൂടാതെ അടുത്തതൊന്ന് അതിന്റെ സപ്പിരിമായിട്ട് വേണമെങ്കിൽ പറയാം. there was a middle class in French society. They were urban merchants. They were educated and wealthy. ഫ്രാൻസിലെ ഈ 3 എസ്റ്റേറ്റുകളും അല്ലാതെ പുതുതായി വളർന്നു വന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു, മിഡിൽ ക്ലാസ്, മധ്യവർഗം. നഗര പ്രദേശങ്ങളിൽ അധിവസിച്ചിരുന്ന വ്യാപാരികൾ, അർബൻ മർച്ചൻസ് ആണ്. വ്യാപാരികളായിരുന്ന സമ്പത്തും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു മിഡിൽ ക്ലാസ്. ഫാമേഴ്സ് ആൻഡ് ആർട്ടിസൻസ് ബിലോങ് ടു ദി തേർഡ് എസ്റ്റേറ്റ്. ഈ തേർഡ് എസ്റ്റേറ്റിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എസ്റ്റേറ്റുകളിൽ അവർ ഉണ്ടായിരുന്നില്ല ഈ മിഡിൽ ക്ലാസ്. തേർഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് കർഷകരും ഭൂരഹിത കർഷകരും ആർട്ടിസൻസ്, കരകൗശല പണിക്കാരും മറ്റ് അതുപോലുള്ള പണി ചെയ്യുന്നവരുമായിരുന്നു. എന്നാൽ മിഡിൽ ക്ലാസ്സിനെ എങ്ങും ഉൾപ്പെടുത്തിയില്ല. അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഒക്കെ ഉണ്ടായിരുന്നു, വ്യാപാരത്തിലൂടെയൊക്കെ നേടിയെങ്കിലും അവരെ അംഗീകരിക്കാൻ ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ, അതായത് ക്ലർജിയും നോബിൾസും പുരോഹിതന്മാരും പ്രഭുക്കന്മാരും തയ്യാറായില്ല. ഡ്യൂ ടു ദിസ് റീസൺ ദേ ടുക്ക് ദി ലീഡ് ഓഫ് ദി റവല്യൂഷൻ. അപ്പൊ അതുകൊണ്ട് വിപ്ലവം ഉണ്ടായപ്പോൾ വിപ്ലവത്തിന്റെ നേതൃസ്ഥാനത്ത് കോമൺസിനെ നയിക്കാൻ ആര് വന്നു? മിഡിൽ ക്ലാസ് വന്നു, മറ്റവരെ അംഗീകരിക്കാത്തതിന്റെ ഭാഗമായിട്ട്. ഇനി 4ാമത്തെ കാരണം, ഇൻഫ്ലുവൻസ് ഓഫ് ദി ഫിലോസഫേഴ്സ്, ഇൻഫ്ലുവൻസ് ഓഫ് ദി ഐഡിയാസ് ഓഫ് ദി ഫിലോസഫേഴ്സ്. തത്വചിന്തകന്മാരുടെ സ്വാധീനം. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പോലെ തന്നെ അമേരിക്കൻ ഫിലോസഫേഴ്സ് സ്റ്റുഡ് ഫോർ ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ്, ആന്റി മെർക്കന്റലിസ്റ്റ് പോളിസി എക്സെട്ര. നമുക്കറിയാം, അമേരിക്കൻ തത്വചിന്തകന്മാര് വിപ്ലവത്തിന് പ്രചോദനമേകിയത് അവര് എന്തിനു വേണ്ടി നിലകൊണ്ടവരാ? ജനാധിപത്യത്തിന്, ഡെമോക്രസി,
ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ, ആന്റി മർക്കന്റലിസ്റ്റ് പോളിസി, അല്ലേ, ബ്രിട്ടന്റെ വാണിജ്യ നയങ്ങൾക്ക് എതിരായിട്ടൊക്കെയുള്ള നിലപാട് സ്വീകരിച്ച അതൊക്കെ സച്ച് ഐഡിയാസ് വെയർ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഫ്രഞ്ച് റവല്യൂഷണറീസ്. ഫ്രഞ്ച് വിപ്ലവകാരികളെ ഈ ആശയങ്ങൾ വളരെ സ്വാധീനിച്ചു. ഫ്രഞ്ച് ഫിലോസഫേഴ്സ് പ്രൊപ്പഗേറ്റഡ് ദി ഐഡിയാസ് ഓഫ് ഡെമോക്രസി, ലിബർട്ടി, റീസണിംഗ് ആൻഡ് അപ്ലിഫ്റ്റ് ഓഫ് ദി മിഡിൽ ക്ലാസ്. അതുപോലെ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന തത്വശാസ്ത്രജ്ഞന്മാരും എന്തിനൊക്കെ വേണ്ടി നിലകൊണ്ടു? ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും യുക്തിചിന്തയ്ക്കും മധ്യവർഗത്തിന്റെ ഉയർച്ചയ്ക്കും ഒക്കെ വേണ്ടി നിലകൊണ്ടു. Thus the philosophers, especially Voltaire, Rousseau and Montesquieu, ഈ 3 തത്വചിന്തകന്മാരും ലോകപ്രശസ്ത തത്വചിന്തകന്മാരാണ്. ഫ്രഞ്ച് തത്വചിന്തകന്മാരാണ് വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ. ഈ വോൾട്ടയറിന്റെയും റൂസോയുടെയും മൊണ്ടസ്ക്യൂയുടെയും ഐഡിയാസ് ഫ്രഞ്ച് വിപ്ലവത്തെ കാര്യമായി സ്വാധീനിക്കുകയുണ്ടായി. ദെൻ ഫിഫ്ത്ത് കോസ്, 5ാമത്തെ കോസ്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യം, അതിന് തൊട്ടുമുമ്പ് നടന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇറ്റ് വാസ് ദി റവല്യൂഷൻ ഓഫ് ദി ഒപ്രസ്ഡ്. ദാറ്റ് മീൻസ് ദി കോളനീസ് അഗൈൻസ്റ്റ് ദെയർ മദർ കൺട്രി ബ്രിട്ടൻ. ബ്രിട്ടന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ കോളനിക്കാർ സമരം നടത്തിയത്, യുദ്ധം നടത്തിയത്. അത് ദേ ബിക്കെയിം വിക്ടോറിയസ്, അവർ വിജയശ്രീലാളിതരായി. ഇറ്റ് ഇൻസ്പയർഡ് ദി ഫ്രഞ്ച് പീപ്പിൾ. ഇത് ഫ്രഞ്ച് ജനതയെ പ്രചോദിപ്പിച്ചു. At the time of American War of Independence, the French ruler participated in war and helped the colonies against Britain. ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ബ്രിട്ടൻ. അതുകൊണ്ട് തന്നെ ബ്രിട്ടനെതിരായിട്ട് കോളനിക്കാർ സമരം നടത്തിയപ്പോൾ, യുദ്ധം നടത്തിയപ്പോൾ കോളനിക്കാരെ സഹായിക്കാൻ ഫ്രാൻസിലെ ഭരണാധികാരി തയ്യാറായി. The soldiers, those who participated in the American War of Independence, returned to their mother country with the new ideas and success of American War of Independence. അതിൽ പങ്കെടുത്ത ഫ്രഞ്ച് പട്ടാളക്കാർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നത് ആ വിപ്ലവത്തിന്റെ വിജയത്തിന്റെ ആവേശവും ആശയവുമായിട്ടാണ്. But at the same time, the policy of the Bourbon king or Louis XVI to support the colonies in the American War of Independence created a crucial financial problem or crisis in France. ഞാൻ പറഞ്ഞ ഫ്രാൻസിന്റെ സാമ്പത്തിക പ്രതിസന്ധി വളരെ മോശമായിരുന്നു. അത്തരൊരു അവസരത്തിലാണ് കോളനിക്കാരെ സഹായിക്കാൻ ഫ്രാൻസ് തയ്യാറാകുന്നത്. അത് കൂടുതൽ സാമ്പത്തിക നിലവാരത്തെ വഷളാക്കി ഫ്രാൻസിന്റെ. In such a situation, the king was forced to impose new taxes upon the commons. അവിടെ നികുതി കൊടുക്കേണ്ടിയിരുന്നത് സാധാരണക്കാരൻ മാത്രമാണ്. പണമുള്ളവരും നികുതി കൊടുക്കേണ്ടിയിരുന്നില്ല. ക്ലർജിയും നോബിൾസും ഒന്നും കൊടുക്കേണ്ടിയിരുന്നില്ല. പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഒന്നും നികുതി കൊടുക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ കൂടുതൽ അധിക നികുതി ചുമത്തുന്നതിന്റെ ഭാഗമായി ഫ്രാൻസിലെ രാജാവ് ലൂയി 16 decided to summon the State General of the French National Assembly. ഫ്രാൻസിന്റെ പാർലമെന്റായ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി, സ്റ്റേറ്റ് ജനറൽ എന്നാണ് അതിന്റെ പേര്, സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടാൻ രാജാവ് നിർബന്ധിതനായി. ദി സ്റ്റേറ്റ് ജനറൽ വാസ് കംപ്രൈസ്ഡ് ഓഫ് ദി റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദി 3 estates. 3 വിഭാഗത്തിന്റെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്നതാണ് ഫ്രാൻസിന്റെ പാർലമെന്റ്. അതായത് സ്റ്റേറ്റ് ജനറൽ. ഫ്രാൻസിന്റെ പാർലമെന്റിന്റെ പേരാണ്, ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയുടെ പേരാണ് സ്റ്റേറ്റ് ജനറൽ. ഈ സ്റ്റേറ്റ് ജനറലിൽ ഈ 3 വിഭാഗത്തിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ക്ലർജിയുടെയും നോബൽസിന്റെയും കോമൺസിന്റെയും. അതിൽ ക്ലർജി എന്ന് പറയുമ്പോൾ 285 അംഗങ്ങളായിരുന്നു, 285. നോബൽസ് എന്ന് പറയുമ്പോൾ 308, 308. രണ്ടും കൂടെ ചേരുമ്പോൾ 593. രണ്ടുപേരും കൂടെ 593 പ്രതിനിധികളുണ്ടായിരുന്നു. ആൻഡ് ദി റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദി കോമൺസ് 621. അതിനേക്കാളും കൂടുതലായിരുന്നു കോമൺസിന്റെ പ്രതിനിധികൾ, 621. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോമൺസിന് പാർലമെന്റിൽ ഭൂരിപക്ഷം വരും. കാരണം എന്താ? ഏറ്റവും കൂടുതൽ പ്രതിനിധികളുള്ള ആർക്കാ? കോമൺസിനാണ്. കോമൺസിന് ഭൂരിപക്ഷം വരാതിരിക്കാൻ ഫ്രാൻസിൽ രാജാവും നോബിൾസും ക്ലർജിയും ചേർന്നൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരുന്നു. ഈച്ച് എസ്റ്റേറ്റ് ഹാവ്
their own note. That is one note. In taking decisions, തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഓരോ എസ്റ്റേറ്റിനും പ്രതിനിധികൾക്കെല്ലാം കൂടെ ചേർന്ന് ഓരോ വോട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, സെക്കൻഡ് എസ്റ്റേറ്റിന് ഒരു വോട്ട്, തേർഡ് എസ്റ്റേറ്റിന് ഒരു വോട്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും ഒരുമിച്ച് നിൽക്കും. അപ്പോൾ ഒന്നിന് 2 വോട്ട്. കോമൺസിന് പ്രതിനിധികൾ കൂടുതലുണ്ടെങ്കിലും അവർക്ക് എത്ര വോട്ടേ ഉള്ളൂ? ഒരു വോട്ടേ ഉള്ളൂ. അപ്പോൾ 2-എതിരെ 1 വോട്ട് മാത്രമേ ഉള്ളപ്പോൾ ആരുടെ തീരുമാനങ്ങൾ ഫ്രാൻസിലെ സ്റ്റേറ്റ് ജനറൽ അല്ലെങ്കിൽ പാർലമെന്റിൽ നടപ്പാകത്തില്ല? കോമൺസിന്റെ തീരുമാനങ്ങൾ നടപ്പാകില്ല. ഇത്തരം ഒരു സിസ്റ്റമാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഒരഭിപ്രായ സമന്വയത്തിന് ശ്രമം നടന്നു. But the first 2 estates denied the demands of the third estate. മൂന്നാമത്തെ എസ്റ്റേറ്റിന്റെ കോമൺസിന്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള തീരുമാനങ്ങൾ പഴയ രീതി തന്നെ മതി, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന തീരുമാനം മതി എന്ന നിലപാടാണ് മറ്റ് 2 എസ്റ്റേറ്റുകളും തീരുമാനിച്ചത്. But the commons demanded that all the 3 estates met together and decision should taken on the basis of majority. അവർ പറഞ്ഞു 3 എസ്റ്റേറ്റുകൾ ഒന്നിച്ചു കൂടിയിരുന്ന് എല്ലാ പ്രതിനിധികളും വോട്ട് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം കോമൺസിന് കിട്ടും. ബട്ട് ദിസ് ഡിമാൻഡ് ഓഫ് ദി കോമൺസ് വാസ് നെഗ്ലക്റ്റഡ് ബൈ ദി കിങ് ആൻഡ് അറ്റ് ദി സെയിം ടൈം ദാറ്റ് ഓഫ് ദി ഫസ്റ്റ് 2 estates. മറ്റ് 2 വിഭാഗക്കാരും രാജാവും ഈ തീരുമാനത്തെ ശക്തമായി എതിർത്തു. അവർ തയ്യാറായില്ല. ഞാൻ പറഞ്ഞതിന് ഏറ്റവും കൂടുതൽ പ്രചോദനമായതെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഫിലോസഫേഴ്സാണ്. സാധാരണക്കാരനെയും ഇടത്തട്ടുകാരനെയും ഈ വിഭാഗങ്ങൾക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ചത്, സഹായിച്ചത് തത്വശാസ്ത്രജ്ഞന്മാരാ. അതിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാളായിരുന്നു വോൾട്ടയർ. ഈ ridiculed the exploitation of clergy. ഫ്രാൻസിലെ പുരോഹിത വർഗത്തിന്റെ ചൂഷണത്തെ അപഹസിച്ചു അദ്ദേഹം. ridiculed the exploitation of the clergy and promoted rational thinking, ideals of equality and humanism. അതിന്റെ സ്ഥാനത്ത് അദ്ദേഹം ചൂഷണത്തിന് എതിരായിട്ട് പോരാട്ട വീര്യം പകർന്നു കൊടുത്തു വിപ്ലവകാരികൾക്ക്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഇക്വാളിറ്റിയും ഹ്യൂമനിസവും. സമത്വം, മനുഷ്യരെല്ലാവരും സമന്മാരാണ്. ഹ്യൂമനിസം, മാനവികത ഉണ്ടാവണം, മനുഷ്യരെ ഒന്നായി കാണണം. അതായിരുന്നു വോൾട്ടയറിന്റെ ആശയം. റൂസോ he spelled the importance of freedom with the statement, man is born free but everywhere he is in chains. ലോകപ്രശസ്തമായൊരു ചൊല്ലാണ്. Man is born free but everywhere he is in chains. Man is born free but everywhere he is in chains. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എവിടെയും അവൻ വിലക്കുകളിലാണ്. റൂസോയുടെ പ്രശസ്തമായ ആശയമാണ്. He declared that the people are sovereign. ജനങ്ങളാണ് പരമാധികാരികൾ. ആരെങ്കിലും പ്രത്യേകിച്ച് കുറച്ചു പേര് മാത്രമല്ല, ഭരണാധികാരി മാത്രമല്ല. പീപ്പിൾ ആർ സോവറിൻ. ജനങ്ങളാണ് പരമാധികാരി എന്ന് അദ്ദേഹം ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു. And he suggested the division of powers in government such as legislature, executive and judiciary. അതേ പറഞ്ഞ അധികാരം വിഭജിക്കണം. എല്ലാം കൂടെ ഒരാൾ കൈവശം വെക്കാൻ പാടുള്ളതല്ല, കുറെ പേര് മാത്രം കൈവശം വെക്കാൻ പാടുള്ളതല്ല. ജനങ്ങൾ പരമാധികാരികളാകുന്ന, സോവറിനാകുന്ന ഭരണക്രമത്തിൽ ഭരണകൂടത്തെ തെരഞ്ഞെടുത്താൽ ആ ഭരണകൂടത്തിന്റെ അധികാരങ്ങൾ 3 ഘടകങ്ങളിലായി വിഭജിക്കണം. തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അധികാര വികേന്ദ്രീകരണ സിദ്ധാന്തം റൂസോയുടേതാണ്. ത്രൂ ഹിസ് സോഷ്യൽ കോൺട്രാക്ട്, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട്. റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട്. ഇത് സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞു. ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3ആയി വിഭജിച്ച് 3ആയിട്ട് നൽകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. He proclaimed against the luxurious life of the king and the nobility and clergy.
പുരോഹിതന്മാരുടെയും അതോടൊപ്പം തന്നെ പ്രഭുക്കന്മാരുടെയും രാജാവിൻ്റെയും ഒക്കെ ആഡംബരത്തിന് എതിരെ അദ്ദേഹം നിലകൊണ്ടു. The frequent wars, frequent spells of drought, etc. made France bankrupt. ഞാൻ പറഞ്ഞു, രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ധൂർത്ത്, തുടർച്ചയായ യുദ്ധം, നിരന്തര യുദ്ധങ്ങൾ, ഇടവിട്ടിടവിട്ടുള്ള വരൾച്ച, ഇവയൊക്കെ മൂലം ഫ്രാൻസിന്റെ സാമ്പത്തിക നില വളരെ പരിതാപകരമായി മാറി. There was continuous crop of failure. കൃഷി ദയനീയമായി കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പരാജയപ്പെട്ടു. ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് ടു അമേരിക്ക വേഴ്സൺ ഫിനാൻഷ്യൽ ക്രൈസിസ്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴാണ് ബൂർബൻ ഭരണാധികാരിയായിരുന്ന ലൂയി 16 കോളനിക്കാരെ സഹായിക്കാൻ സൈന്യത്തെ അയച്ചത്. ഇവിടെ നിലനിൽക്കാൻ വയ്യാത്ത സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴാണ്. അത് കൂടുതൽ ബാധ്യതകൾ വിളിച്ച് വരുത്തി. To overcome this, he decided to levy new taxes upon the commons, and Louis XVI decided to summon the state in 1789. അങ്ങനെ ഗത്യന്തരമില്ലാതെ 1789 ഫ്രാൻസിന്റെ പാർലമെന്റായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടാൻ നിർബന്ധിതനായി ലൂയി 16. ഞാൻ പറഞ്ഞു, അപ്പോഴുണ്ടായ സംഭവം 3 സ്റ്റേറ്റുകൾക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്നു. ആദ്യത്തെ 2 സ്റ്റേറ്റുകൂടെ ചേരുമ്പോൾ നമുക്കറിയാം അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അവർക്ക് 2 പേർ കൂടെ ചേർന്ന് 593 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 621 അംഗങ്ങൾ ഉണ്ടായിരുന്നു കോമൺസിന്. പക്ഷേ അതിനെ മറികടക്കാൻ അവർ ചെയ്തത് 3 സ്റ്റേറ്റുകളാണ്. അപ്പോൾ 3 പേർക്കും പൊതുവായിട്ട് ഓരോ വോട്ട്. അപ്പോൾ 1-2 ഗ്രൂപ്പുകാർ ഒന്നിച്ച് നിൽക്കും. അപ്പോൾ 2 വോട്ട് അവർക്കുണ്ട്, കോമൺസിന് ഓരോ വോട്ട്. അപ്പോൾ അവരുടെ തീരുമാനങ്ങളെ തള്ളിക്കളയുന്ന രീതിയായിരുന്നു. ഇനി കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് കോമൺസ് ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, കോമൺസിന്റെ ഈ ഡിമാൻഡ് അംഗീകരിക്കാതെ വന്നപ്പോൾ, when the demands of the commons were neglected by the authorities, they met at a tennis court, nearby tennis court, and declared themselves as the National Assembly of France. അവർ തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിലേക്ക് ഒത്തുകൂടി. പാരീസിൽ ഒരു ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടി. ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടിയിട്ട് അവര് ഞങ്ങളാണ് ഇനി ഫ്രാൻസിന്റെ പാർലമെന്റ്, മറ്റവർക്കൊരു കാര്യമില്ല, ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. ഞങ്ങളാണ് ഇനി ഫ്രാൻസിന്റെ പാർലമെന്റ്. ആൻഡ് swore not to live until they had framed a constitution to France. എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, ഞങ്ങളാണ് ഇനി മേലിൽ ഫ്രാൻസിന്റെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അതാണ്, ഞങ്ങൾ ഇനി പിരിയുന്നില്ല. ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ പിരിയുന്നില്ല. ദിസ് ഇവന്റ് ഈസ് നോൺ ആസ് ടെന്നീസ് കോർട്ട് ഓത്ത്. ഈ സംഭവത്തെയാണ് ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? 1789 ലൂയി 16 സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്റ്റേറ്റ് പാർലമെന്റ് അല്ലെങ്കിൽ ഫ്രാൻസിന്റെ പാർലമെന്റായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചപ്പോൾ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കണം മൊത്തം പ്രതിനിധികളുടെ എന്ന് സാധാരണക്കാരന്റെ ഡിമാൻഡിനെ അംഗീകരിക്കാതെ വന്ന അവസരത്തിൽ സാധാരണക്കാരന്റെ പ്രതിനിധികളെല്ലാം കൂടി, കോമൺസിന്റെ പ്രതിനിധികളെല്ലാം കൂടി ഒരു ടെന്നീസ് കോർട്ടിൽ കൂടുകയും അവരവിടെ ഒരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ആ പ്രതിജ്ഞ അനുസരിച്ച് ഞങ്ങളിനി മേലിൽ പിരിയില്ല, മേലാൽ ഞങ്ങളാണ് ഫ്രാൻസിന്റെ പാർലമെന്റ്, ഫ്രാൻസിന്റെ പുതിയ ഭരണഘടന ഞങ്ങൾ എഴുതി ഉണ്ടാക്കുന്നതുവരെ പിരിയില്ല എന്ന് പ്രതിജ്ഞ എടുത്തു. ദിസ് ഇൻസിഡന്റ് ഈസ് നോൺ ആസ് ദി ഫേമസ് ടെന്നീസ് കോർട്ട് ഓത്ത്. ഈ സംഭവത്തെയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് 14 July 1789 they stormed with the slogan Liberty, Equality, Fraternity and demolished the Bastille prison. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് വിപ്ലവം ആരംഭിച്ചവര്. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവര് പാരീസിലെ ബാസ്റ്റൈൽ ജയിലിലേക്ക് മാർച്ച് ചെയ്യുകയും ജയിൽ തകർക്കുകയും ചെയ്തു. ഇതാണ് ആദ്യ ഭാഗം. തുടർന്ന് ഒക്ടോബർ 1789
thousands of women marched with the slogan "Give us bread." ആയിരക്കണക്കിന് സ്ത്രീകൾ പാരീസിലേക്ക് കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. അവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഗീവ് us. ചരിത്രപ്രശസ്തമായ സംഭവമായിരുന്നു. On September 1792, നാഷണൽ കൺവെൻഷൻ ഫോംഡ്, പ്രൊക്ലൈംഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. അങ്ങനെ ഘട്ടം ഘട്ടമായി 1792 ഒരു നാഷണൽ കൺവെൻഷൻ ഉണ്ടായി. പൊതുസഭ കൂടി അവർ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. 1792 ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഓൺ ജൂലൈ 1793 കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി വാസ് ഫോംഡ്. ഈ നാഷണൽ കൺവെൻഷൻ, അതായത് ഈ പ്രവർത്തനങ്ങളെ ആകെ നിയന്ത്രിക്കുന്നതിന്, അതായത് വിപ്ലവത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുന്നതിനും വേണ്ടി ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ആ കമ്മിറ്റിയുടെ പേരാണ് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി. 1793 കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി. റോബൻസ്പിയർ ആയിരുന്നു അതിന്റെ ലീഡർ. ദിസ് കമ്മിറ്റി ഓഫ് ഇറ്റ് വാസ് ഫോളോഡ് ബൈ എ റെയിൻ ഓഫ് ടെറർ. ഇതേ തുടർന്നുണ്ടായത് ഒരു ഭീകരവാഴ്ചയാണ്. Those who suspected were massacred or guillotined. Those who suspected, including the members of the royal family, the king, queen, and the members of the royal family, nobles, clergy, and even the suspected persons within the commons. പിന്നീട് ഫ്രാൻസിലൊരു ഭീകരവാഴ്ചയായിരുന്നു ഉണ്ടായത്. Thousands of people were guillotined. യന്ത്രം ഉപയോഗിച്ച് തലവെട്ടി. വിപ്ലവത്തിനെതിരെ നിന്നവരെന്ന് കരുതിയ രാജാവും രാജ്ഞിയും വധിക്കപ്പെട്ടു. രാജകുടുംബാംഗങ്ങൾ മുഴുവൻ വധിക്കപ്പെട്ടു. പ്രഭുക്കന്മാരും പുരോഹിതന്മാരും വധിക്കപ്പെട്ടു. എന്തിനേറെ, വിപ്ലവം നയിച്ചവരുടെ ഇടയിൽ തന്നെ ചിലരെ സംശയിച്ച് അവരെയും കൂടെ കൊന്നൊടുക്കാൻ തുടങ്ങി. ഇൻ സച്ച് എ സിറ്റുവേഷൻ റോബൻസ്പിയർ വാസ് ആൾസോ ഗില്ലറ്റിൻഡ്. ഇത്തരവസ്ഥയിൽ മറ്റുള്ളവരെല്ലാം കൂടെ ചേർന്നിട്ട് ഇതിന് നേതൃത്വം കൊടുത്ത റോബൻസ്പിയറിനെയും വധിച്ചു. Thus the French Revolution ended. അങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവം അവസാനിക്കുന്നത്. Then important results of the French Revolution. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ അമേരിക്കൻ വിപ്ലവം പോലെ. ഒന്ന്, it stimulated all the later revolutions in the world. The French Revolution stimulated all the later revolutions of the world. ഒന്നാമത്തെ ഫലം, ലോകത്ത് പിന്നീട് വന്ന എല്ലാ വിപ്ലവങ്ങൾക്കും പ്രചോദനമേകിയതായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. ഒന്നാമത്തെ ഫലം. രണ്ട്, ഇറ്റ് ലെഡ് ടു ദി എമർജൻസ് ഓഫ് നാഷണാലിസം. ദേശീയത വളർന്ന് വികാസം പ്രാപിക്കുന്നതിന് ഇത് സഹായകമായി. മൂന്നാമത്തെ ഫലം, ഇറ്റ് ഗേവ് എ ഡെത്ത് നെൽ ടു ഫ്യൂഡലിസം ഇൻ ഫ്രാൻസ് and Europe. It ended feudalism and autocratic rule in Europe. ഫ്രാൻസിൽ മാത്രമല്ല, മറ്റിതര യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കും ഓട്ടോക്രാറ്റിക് റൂൾ, അതായത് ഏകാധിപത്യ ഭരണ വ്യവസ്ഥിതിക്കും അന്ത്യം കുറിച്ചു. നാലാമത്തത്, the French Revolution proclaimed the nation is not merely a region but the people. രാഷ്ട്രമെന്നാൽ കേവലം ഒരു പ്രദേശം മാത്രമല്ല, അവിടെ അധിവസിക്കുന്ന ജനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നതിന് അടിവരയിട്ടു ഫ്രഞ്ച് വിപ്ലവം. The French Revolution contributed to the concept of people's sovereignty. റൂസോ പറഞ്ഞ ആശയത്തിന് അടിവരയിട്ടു. It laid down the principle of people's sovereignty. ജനങ്ങളുടെ പരമാധികാരത്തിന് പ്രാധാന്യം നൽകി, അല്ലെങ്കിൽ ഊന്നൽ നൽകി. The French Revolution helped the growth of middle class. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു വർഗമായിരുന്നു വിദ്യാഭ്യാസവും സമ്പത്തും ഉണ്ടായിരുന്നെങ്കിലും മിഡിൽ ക്ലാസ്. ആ പുതുവർഗത്തിന്റെ വളർച്ചയ്ക്ക് ഇറ്റ് ഹെൽപ്ഡ് ദി ഗ്രോത്ത് ഓഫ് എ ന്യൂ മിഡിൽ ക്ലാസ്. പുതിയ മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് ഇത് സഹായകമായി. Above all, the French Revolution spread the ideas of liberty, equality and fraternity.
ലോകത്തിനെന്നും പ്രാധാന്യമർഹിക്കുന്ന 3 ആശയങ്ങൾ: ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ മഹത്തായ മെസ്സേജസ്, സന്ദേശങ്ങൾ ലോകത്തിന് സംഭാവന നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. It also influenced India. The French Revolution also influenced India. ഇന്ത്യയെ പോലും സ്വാധീനിച്ചു. The then Mysore ruler Tipu Sultan framed an alliance with France, the new government, to wage a war against the imperialism of Britain. ബ്രിട്ടന്റെ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടാൻ, ഫ്രാൻസുമായി ചേരാൻ ടിപ്പു സുൽത്താനെ പ്രേരിപ്പിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ് എന്ന് കരുതപ്പെടുന്നു. Another important result of the French Revolution is the Declaration of Rights of Man, മനുഷ്യാവകാശ പ്രഖ്യാപനം. It was the idea of Rousseau. മനുഷ്യാവകാശ പ്രഖ്യാപനം റൂസോയുടെ ആശയമായിരുന്നു. He well explained in his great work സോഷ്യൽ കോൺട്രാക്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമായ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു, men are born free, അല്ലേ? മനുഷ്യൻ സ്വതന്ത്രനായി പിറക്കുന്നു. റിമെയിൻ ഫ്രീ, അവൻ സ്വതന്ത്രനായിരിക്കണം. ഈക്വൽ ഇൻ റൈറ്റ്സ്, എല്ലാവരും തുല്യ അവകാശത്തോടു കൂടി ഉണ്ടാവണം. The main aim of political association is the preservation of the natural and inseparable rights of man. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യന്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങളാണ്. ഏതൊക്കെയാ അവകാശം? അവന് ഒഴിവാക്കാനാവും ഇന്നേലിയബിളായിട്ടുള്ളത് ഏതൊക്കെയാ? ലിബർട്ടി, പ്രോപ്പർട്ടി, സെക്യൂരിറ്റി, റെസിസ്റ്റൻസ് ടു ഓപ്പറേഷൻ. ഇതൊക്കെ ജന്മാവകാശമാണ്. ജന്മനാ ഒരു വ്യക്തിക്ക് ഉള്ളത് വ്യക്തികളാരും കൊടുത്തിട്ടുള്ളതല്ല. അവകാശങ്ങള്: സ്വാതന്ത്ര്യം, സ്വത്തിനുള്ള അവകാശം, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അക്രമത്തെ ചെറുക്കുന്നതിനുള്ള അവകാശം. ഇതൊക്കെ ജന്മനായുള്ള അവകാശങ്ങളാണ്. സോവർണിറ്റി റിസൈഡ്സ് എസെൻഷ്യലി വിത്ത് ദി പീപ്പിൾ ആൻഡ് ദെയർബൈ ടു ദി നേഷൻ. ജനങ്ങളാണ് രാഷ്ട്രം, ആ രാഷ്ട്രത്തിനാണ് അതുകൊണ്ട് പരമാധികാരം. ലിബർട്ടി കൺസിസ്റ്റ് ഇൻ ദി ഫ്രീഡം ടു ഡു എവരിതിങ് വിച്ച് ഇൻജൂസ് നോ വൺ എൽസ്. ആരെയും മുറിവേൽപ്പിക്കുന്നതാവരുത് സ്വാതന്ത്ര്യം. എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിക്കണം, പക്ഷെ അത് ആരെയും മുറിവേൽപ്പിക്കുന്നതാവാൻ പാടില്ല. Law can only prohibit such nations or actions as harmful to society. നിയമം മൂലം നിരോധിക്കാൻ കഴിയുന്നത് സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ ജന്മനാ കിട്ടിയ അവകാശങ്ങളെ അല്ല എന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ റിസൾട്ട് കുറച്ച് ചുരുക്കിയിട്ട് ഞാൻ ഒത്തിരി വിശദമായി പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ആ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മറ്റൊരു റിസൾട്ടാണ് the system of administration established by Napoleon Bonaparte. After French Revolution, later Napoleon Bonaparte became the ruler of France in 1799. 1799 ഫ്രാൻസിലെ ഭരണാധികാരിയായി നെപ്പോളിയൻ ബോണപ്പാർട്ട് മാറി. അതും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു ഫലമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട, അദ്ദേഹത്തിന്റെ റിഫോംസ് മാത്രം പഠിച്ചാൽ മതി. അതേപോലെ പരിഷ്കാരങ്ങൾ ഫ്രാൻസ് നടപ്പിലാക്കി. ഏതൊക്കെയാ പരിഷ്കാരങ്ങൾ എന്നുള്ളത്? വാട്ട് ആർ ദി റിഫോംസ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് 5-6 പോയിന്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തത്, ഫാർമേഴ്സ് വെയർ മെയ്ഡ് ദി ഓണേഴ്സ് ഓഫ് ലാൻഡ്. അദ്ദേഹം ചെയ്തതാണ്. ഫാർമേഴ്സ് വെയർ മെയ്ഡ് ദി ഓണേഴ്സ് ഓഫ് ലാൻഡ്. കർഷകരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കി. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പരിഷ്കാരം. 2, ഫോംഡ് എ സിങ്കിങ് ഫണ്ട് വിത്ത് ദി എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെറ്റ്. ഈ ഫോംഡ് എ സിങ്കിങ് ഫണ്ട്, പേരിന്റെ ഒരു ഫണ്ട് രൂപീകരിച്ചു. ആ ഫണ്ടിന്റെ പേരാണ് സിങ്കിങ് ഫണ്ട് വിത്ത് ദി എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെറ്റ്. പൊതുക്കടം ഒഴിവാക്കുന്നതിന് എന്ന ലക്ഷ്യത്തോടു കൂടി
പൊതുക്കടം ഒഴിവാക്കുന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഫണ്ട് രൂപീകരിച്ചു. ആ ഫണ്ടിന്റെ പേരാണ് സിങ്കിങ് ഫണ്ട്. ഈ കൺസ്ട്രക്ടഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതത്തിനു വേണ്ടി ഫ്രാൻസിൽ ധാരാളം റോഡുകൾ നിർമ്മിച്ചു. എക്സർസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദി ക്ലർജി, പുരോഹിതന്മാരുടെ മേൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. നേരത്തെ അതില്ലായിരുന്നു. ഒരു നിയന്ത്രണവും പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മേലെ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ നെപ്പോളിയൻ ഇവരുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ എസ്റ്റാബ്ലിഷ്ഡ് ദി ബാങ്ക് ഓഫ് ഫ്രാൻസ്, അതുപോലെ തന്നെ വളരെ ചരിത്ര പ്രസക്തമായ ചുവടുവയ്പ് നടത്തി. ബാങ്ക് ഓഫ് ഫ്രാൻസ്, ഫ്രാൻസിന്റെ ബാങ്ക് സ്ഥാപിച്ചു. എന്റെ പേരാണ് ബാങ്ക് ഓഫ് ഫ്രാൻസ്. ഇറ്റ് വാസ് ദി സെൻട്രലൈസ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ കേന്ദ്ര ബാങ്ക് ആയിരുന്നു ബാങ്ക് ഓഫ് ഫ്രാൻസ്. ഹി പ്രിപ്പയർഡ് എ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈയിങ് ദി എക്സിസ്റ്റിംഗ് ലോസ്. ഇനി മറ്റൊരു സുപ്രധാനമായ അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ഹി പ്രിപ്പയർഡ് എ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈയിങ് ദി എക്സിസ്റ്റിംഗ് ലോസ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ നിലനിന്നിരുന്ന നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമ സംഹിത അദ്ദേഹം ഉണ്ടാക്കി. നെപ്പോളിയാനിക് കോഡ് എന്ന് നമുക്കതിനെ വേണമെങ്കിൽ വിളിക്കാം, കോഡ് ഓഫ് നെപ്പോളിയൻ. However, he was defeated by the European alliance under England. എന്നാൽ ശത്രുക്കളെല്ലാം കൂടെ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഒത്തുചേരുകയും അന്തിമമായി അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 1815 ഇൻ ദി ഫേമസ് ബാറ്റിൽ ഓഫ് വാട്ടർലൂ. 1815 ചരിത്ര പ്രശസ്തമായ വാട്ടർലൂ യുദ്ധത്തിൽ വെച്ച് നെപ്പോളിയനെ ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത സൈന്യം പരാജയപ്പെടുത്തി. ഇൻ ദി ബാറ്റിൽ ഓഫ് വാട്ടർലൂ. ഇതാണ് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്.